പുതിയ ജില്ലാ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കും എന്ന ബജറ്റ് നിർദ്ദേശത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് എറണാകുളം ജില്ലയിലെ മലയോര നിവാസികൾ. മൂവാറ്റുപുഴ ആസ്ഥാനമായി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ട് പതിറ്റാണ്ടുകളായി. ഭരണ മുന്നേറ്റത്തിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ രൂപീകരണത്തിൽ മുൻപ് തന്നെ ചില തർക്കങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കേരളത്തിൽ അവസാനമായി ഒരു ജില്ല രൂപീകൃതമായത് 1984-ലാണ്. അതിനുശേഷം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ ആസ്ഥാനമായ ഒരു പുതിയ ജില്ല രൂപീകരിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നിരുന്നു. ഇതിനെക്കുറിച്ച് സർക്കാർ ഡി ബാബു പോളിൻ്റെ അധ്യക്ഷതയിൽ ഒരു സമിതിയെ നിയോഗിക്കുകയും പഠനം നടത്തുകയും ചെയ്തു. എന്നാൽ അത് പിന്നീട് മുന്നോട്ട് പോയില്ല. എറണാകുളം ജില്ലയിലെ മലയോര മേഖലകളും അതോടൊപ്പം ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉൾപ്പെടെയുള്ള മേഖലകളും കൂട്ടിച്ചേർത്ത് ജില്ല രൂപീകരിക്കാനായിരുന്നു നിർദ്ദേശം. എറണാകുളം ജില്ലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ് ഭാഗത്തുള്ള കൊച്ചി നഗരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഭരണ സംവിധാനങ്ങൾ കിഴക്കൻ മേഖലയിലേക്ക് എത്തിപ്പെടാൻ നന്നേ പാടുപെടുന്നുണ്ട്. അത് ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മൂവാറ്റുപുഴ ആസ്ഥാനമായി ജില്ല വേണമെന്നുള്ള ആവശ്യം ഉയർത്തിയത്. എറണാകുളം റൂറലോ അല്ലെങ്കിൽ എറണാകുളം ഈസ്റ്റോ എന്ന് പറഞ്ഞുകൊണ്ടൊരു പുതിയ ജില്ല മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചൊരു ജില്ലയാകാം. ഇപ്പം അതിനകത്ത് കോതമംഗലം താലൂക്ക് ഉണ്ടാകാം, കുന്നത്തനാട് താലൂക്കിൻ്റെ ഭൂരിപക്ഷം ഭാഗം ഉണ്ടാകാം. ആവശ്യമെങ്കിൽ കോട്ടയം ജില്ലയുടെ ചെറിയൊരു ഭാഗം എടുക്കാം. ഇപ്പോൾ കോതമംഗലം താലൂക്കിൻ്റെ കുട്ടമ്പുഴ പഞ്ചായത്ത് എന്ന് പറയുന്ന ഒറ്റ പഞ്ചായത്ത് തന്നെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയുടെ വലുപ്പമുണ്ട്. അത്ര വലിയ പഞ്ചായത്താണ്. അപ്പോൾ അതൊരു വലിയ മലയോര മേഖല, ഒരു കാർഷിക മേഖലയായിരിക്കും. മാത്രമല്ല അങ്ങനെ ഒരു ജില്ല വരുന്നത് നമുക്ക് ഈ ദേശീയ തലത്തിൽ നമ്മുടെ ഫൈനാൻസ് അതിൻ്റെ അലൊക്കേഷൻ വരുമ്പോൾ അതിന് ജില്ലാടിസ്ഥാനത്തിലാണ് പലപ്പോഴും അലൊക്കേഷൻ വരും. അത് നമുക്ക് ആ മേഖലയ്ക്കൊരു പ്രത്യേകതയായിരിക്കും. പിന്നെ അവിടെ പുതിയ സാധ്യതകൾ വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം കൊച്ചി നഗരത്തിലൊക്കെ വരുന്ന കളക്ടർമാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ കൊച്ചിയുമായിട്ടങ്ങ് കഴിയുക. അവരാരും കിഴക്കൻ മേഖലയിലോട്ട് വരാറ് പോലുമില്ല. ഒരു ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു കാർഷിക മേഖല ഒരു വല്ലാതെ അവഗണിക്കപ്പെടുന്നു എന്നുള്ള ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്താൻ ഒരു ജില്ല അനിവാര്യമാണ്. മൂവാറ്റുപുഴ ആസ്ഥാനമായി പുതിയ ജില്ല രൂപീകരിക്കുന്നത് മലയോര മേഖലയുടെ കാർഷിക അഭിവൃദ്ധിക്കും ടൂറിസം വളർച്ചയ്ക്കും ഉതകുമെന്നാണ് അനുകൂലിക്കുന്നവരുടെ വാദം. എന്നാൽ ജില്ല രൂപീകരണത്തിനെതിരെ ശക്തമായി രംഗത്തുള്ളത് UDFിൽപ്പെട്ട PJ ജോസഫ് വിഭാഗമാണ്. ജില്ലയുടെ അതിർത്തി സംബന്ധിച്ചാണ് അവർ പ്രധാനമായും തർക്കമുന്നയിക്കുന്നത്. ഇടുക്കിയുടെ ഭാഗമായ തൊടുപുഴയെ മൂവാറ്റുപുഴ ജില്ലയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നാണ് അവർ വാദിക്കുന്നത്. മുല്ലപ്പെരിയാർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് ഈ വാദം ശക്തമാക്കിയതും. തൊടുപുഴയെ വിട്ടുകൊടുക്കുന്നതിനെതിരായ ഒരു വികാരം. കാരണം തൊടുപുഴ ഇപ്പോൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ തൊടുപുഴ ഇടുക്കിയിലെ ഒരു പ്രധാന നഗരമാണ്. അത് വിട്ടുകൊടുക്കുന്നതിനെതിരെയുള്ള ഒരു അഭിപ്രായം അവിടെ നിന്നുണ്ടായി. അപ്പോൾ അവരുടെ ഒരു വാദം ഉണ്ടായിരുന്നു. അപ്പം തൊടുപുഴ എന്ന് പറയുന്ന ഒരു മലയാളി പോപ്പുലേഷൻ ഒരു കാർഷിക താലൂക്കാണ്. അപ്പോൾ തൊടുപുഴ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റതൊരു ഒരു തോട്ടം മലയാളി ഒരു മേഖലയായിരിക്കും. അവിടെ മറ്റ് പോപ്പുലേഷനുകളും മറ്റ് ഭാഷ സംസാരിക്കുന്നവരൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പോൾ അത് മലയാളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പ്രാധാന്യം അവിടെ കുറഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞൊരു പ്രചരണം അന്ന് വന്നു. അത് വലിയ കാര്യമൊന്നും ഇല്ലെങ്കിൽ പോലും കേൾക്കുമ്പോൾ അത് റീസണബിളായിട്ട് തോന്നുമായിരുന്നു. അങ്ങനെ അത് UDFിൻ്റെ ആ തീരുമാനത്തിന് പെട്ടെന്നൊരു ബ്രേക്ക് വന്നത്, പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ സമരം കത്തി നിൽക്കുന്ന സമയം. എറണാകുളം ജില്ലയുടെ വിഭജനത്തിന് പ്രായോഗിക പ്രശ്നങ്ങളില്ല. മൂവാറ്റുപുഴ ആസ്ഥാനമായി പുതിയ ജില്ല രൂപീകരിക്കുന്നതിന് ഭരണപരമായ ഏറെ ഗുണങ്ങളുണ്ട് താനും. കൊച്ചി നഗരവും പ്രാന്തപ്രദേശങ്ങളും ചേർന്ന് ഒരു ജില്ല രൂപീകരിക്കുന്നത് നഗരവികസനത്തിന് മുതൽക്കൂട്ടാകും. അതുപോലെ തന്നെയാണ് മൂവാറ്റുപുഴ ആസ്ഥാനമായി പുതിയ ജില്ല രൂപീകരിക്കുന്നത് മലയോര മേഖലയ്ക്ക് നേട്ടമാകും. ആന്റണി ഗ്രിഗറിക്കൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.